അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്സഹാബത്തി ത്വയ്യിബീന ത്വാഹിരീന അൽഫായിസീന ബിദില്ലല്ലാഹ് സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു ഇലൈഹി ഉനീബ്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് സ്വർഗം ലക്ഷ്യം വെച്ച് ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും തഖ്വയോടുകൂടി മുന്നോട്ട് പോകണം എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരെയും പ്രത്യേകം വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു അതിന് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ കലാമായ വിശുദ്ധ ഖുർആനിൽ നിന്ന് സൂറത്തുൽ അംബിയാ അർത്ഥവും ആശയവുമൊക്കെ ചർച്ച ചെയ്തു പഠിക്കുന്ന സംരംഭത്തിലാണ് നമ്മളുള്ളത്. 21-ാം അധ്യായം സൂറത്തുൽ അംബിയായിലെ 24 ആയത്തുകളാണ് ഇതിനകം വിശദീകരിച്ച് കഴിഞ്ഞിട്ടുള്ളത്. ഏറ്റവും അവസാനമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിലൂടെ പഠിപ്പിച്ചതായി നമ്മൾ മനസ്സിലാക്കിയത്, അള്ളാഹുവിന് പുറമെ ആരാധ്യന്മാരെ സ്വീകരിക്കുന്ന ആളുകൾ അവർക്കതിന് യാതൊരു തെളിവുമില്ല എന്നും, കുൽ ഹാതു ബുർഹാനക്കും, പ്രവാചകരെ അങ്ങ് പറയൂ, അവർക്കതിന് സാധിക്കുമെങ്കിൽ അവർ തെളിവൊന്ന് ഹാജരാക്കട്ടെ. എന്നാൽ ലോകാവസാനം വരെ അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്നവർക്ക് അതിന് തെളിവ് കണ്ടെത്തുക സാധ്യമല്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അറിയിക്കുന്നുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രാധാന്യവും എല്ലാ പ്രവാചകന്മാരുടെയും പ്രധാന പ്രബോധന വിഷയം അതായിരുന്നു എന്നുമൊക്കെ പഠിപ്പിക്കുന്ന ഒരു ആയത്താണ് ഇനി നമുക്ക് വിശദീകരിക്കാനുള്ള 25-ാമത്തെ ആയത്ത്. ഇൻഷാ അല്ലാഹ് 25-ാമത്തെ ആയത്താണ് ഇന്ന് നമ്മൾ ചർച്ചക്കെടുക്കുന്നത്. ആയത്തിലേക്ക് നോക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ. രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ മദ് വരുന്ന ഒരു ആയത്താണ്. വമാ അർസൽന എന്ന വമാ, അവിടെ വമാ നീട്ടി ദൈർഘ്യത്തോടു കൂടിയാണ് പാരായണം ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇല്ലാ നൂഹി ഇലൈഹി എന്നിടത്തും മദ്ദുണ്ട്. ലാ ഇലാഹ എന്ന ലാ എന്നതും നീട്ടിയാണ് ഓതേണ്ടത്. ഇല്ലാ അന അവിടെയും മദ് വരുന്നുണ്ട്. ഇപ്പൊ 4 സ്ഥലത്ത് പ്രധാനമായും വ്യത്യസ്തങ്ങളായ മദ് വരുന്ന ഒരു ആയത്താണ് പ്രസ്തുത ആയത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വമാ അർസൽന, നാം അയച്ചിട്ടില്ല. അർസല എന്ന് പറഞ്ഞാൽ അയച്ചു എന്നാണ്. അർസൽന എന്ന് പറഞ്ഞാൽ നാം അയച്ചു എന്നാണ്. വമാ അർസൽന എന്ന് പറഞ്ഞാൽ നാം അയച്ചിട്ടില്ല എന്നാണ്. നഫീന്റെ മാ എന്നാണ് അതിന് പറയാ, നിഷേധിക്കാനുള്ള മാ. വമാ അർസൽന, നാം അയച്ചിട്ടില്ല. നോക്കുക, വമാ അർസൽന, നാം അയച്ചിട്ടില്ല. മിൻ ഖബ്ലിക, താങ്കൾക്ക് മുമ്പ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയാണ്, പ്രവാചകരെ, താങ്കൾക്ക് മുമ്പ് നാം അയച്ചിട്ടില്ല. ഖബ്ല മുമ്പ്, അതിന് വിപരീതം ബഅദ എന്നാണ്, ശേഷം. വമാ അർസൽനാ മിൻ ഖബ്ലിക, പ്രവാചകരെ, താങ്കൾക്ക് മുമ്പ് നാം അയച്ചിട്ടില്ല. മിർ റസൂലിൻ, ഒരു പ്രവാചകനെയും. റസൂലൻ എന്നാണ് അവിടെ വന്നത് എങ്കിൽ പ്രവാചകനെ, ഒരു പ്രവാചകനെ അയച്ചിട്ടില്ല എന്നാണ് കിട്ടുക.
മിർ റസൂലിൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രവാചകനെയും അയച്ചിട്ടില്ല. നോക്കുക, വമാ അർസൽനാ, നാം അയച്ചിട്ടില്ല, മിൻ ഖബലിക, താങ്കൾക്ക് മുമ്പ്, മിർ റസൂൽ, ഒരു പ്രവാചകനെയും, ഇല്ലാ നൂഹി ഇലൈഹി, നാം ബോധനം നൽകിക്കൊണ്ടല്ലാതെ, ഇല്ലാ നൂഹി ഇലൈഹി, അവരിലേക്ക് നാം ബോധനം നൽകിക്കൊണ്ടല്ലാതെ, അന്നഹു ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ലെന്ന്, ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാതെ ഒരു ആരാധ്യനും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടല്ലാതെ, എന്ന് വഹി കൊടുത്തുകൊണ്ടല്ലാതെ, ഇല്ലാ നൂഹി ഇലൈഹി, നാം ബോധനം നൽകിക്കൊണ്ടല്ലാതെ ഒരു പ്രവാചകനെയും താങ്കൾക്ക് മുമ്പ് നാം അയച്ചിട്ടില്ല. ഫഅ്ബുദൂൻ, അതിനാൽ എന്നെ നിങ്ങൾ ആരാധിക്കുവിൻ. അത് ഒറ്റ വാചകമാണ്, ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ, ഞാനല്ലാതെ ഒരു ആരാധനയില്ല, അതുകൊണ്ട് നിങ്ങൾ എന്നെ ആരാധിക്കുവിൻ എന്ന ബോധനം നൽകിക്കൊണ്ടല്ലാതെ ഒരു പ്രവാചകനെയും നാം അയച്ചിട്ടില്ല. അപ്പൊ ലോകത്തേക്ക് പ്രവാചകന്മാരായി കടന്നു വന്ന 1,25,000-ത്തിലധികം പ്രവാചകന്മാരുണ്ട് എന്നാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൽ 25 പ്രവാചകന്മാരുടെ പേരാണ് പരാമർശിക്കപ്പെട്ടിട്ടുള്ളത് എങ്കിലും 1,25,000, 1.25 ലക്ഷത്തിലധികം പ്രവാചകന്മാർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യത്യസ്ത കാലഘട്ടങ്ങളിലായി കടന്നു വന്നിട്ടുണ്ട്. ആ വന്ന മുഴുവൻ പ്രവാചകന്മാരും പ്രഥമമായും പ്രധാനമായും പ്രബോധനം ചെയ്ത വിഷയം ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാതെ ഒരു ആരാധ്യനില്ല, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരും ഇല്ല. ഫഅ്ബുദൂൻ, അതുകൊണ്ട് നിങ്ങൾ എന്നെ ആരാധിക്കുവിൻ എന്ന് വഹി കൊടുത്തിട്ടല്ലാതെ, എന്ന ബോധനം പഠിപ്പിക്കാനല്ലാതെ, അത് പ്രഥമ സ്ഥാനം കൊടുത്തുകൊണ്ടല്ലാതെ ഒരു പ്രവാചകനും നിയോഗിക്കപ്പെട്ടിട്ടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഏത് കാലഘട്ടത്തിലും വിശ്വാസികൾക്ക് അവരുടെ പ്രബോധന വിഷയത്തിൽ പ്രഥമ പരിഗണന കൊടുക്കാനുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. അല്ലാഹു അല്ലാതെ ആരാധിക്കപ്പെട്ടുകൂടാ, റബ്ബിനെ അല്ലാതെ ആരാധിച്ചുകൂടാ, ലോകത്തെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ഏകനായ അല്ലാഹുവിനെ അല്ലാതെ ആരാധിക്കാനോ ആരാധനയുടെ ഏതെങ്കിലും ഒരു വശം കൊടുക്കാനോ പാടില്ല. റബ്ബിൽ നിന്നല്ലാതെ ഗുണവും ദോഷവും പ്രതീക്ഷിക്കാനും പേടിക്കാനും പാടില്ല. അള്ളാഹുവിനോടല്ലാതെ പ്രാർത്ഥിക്കാൻ പാടില്ല. ഇത് പഠിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഊർജത്തിന്റെ ഏറ്റവും കൂടുതൽ ശതമാനവും നമ്മൾ ഉപയോഗിക്കേണ്ടത്. പ്രബോധനത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സമയത്തിൽ ഏറ്റവും കൂടുതൽ സമയം ഉപയോഗിക്കേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ദഅവത്തിനാണ് എന്നർത്ഥം. ഇപ്പോൾ ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം പ്രവാചകനായി കടന്നു വരുമ്പോൾ അവിടെ നിലനിന്നിരുന്ന ഗുരുതരമായ ഒരു തിന്മയായിരുന്നു അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുക, വഴിയിലിരുന്ന് കൊള്ളയടിച്ച് കച്ചവട സാധനങ്ങൾ തട്ടിപ്പറിച്ചു കൊണ്ടുപോകുക. ഈ ഒരു പ്രവണത നിലനിന്നിരുന്ന നാട്ടിലേക്കാണ്, മദിയനിലേക്കാണ് മഹാനായ ശുഐബ് നബി അലൈഹിസ്സലാം ദഅവത്തുമായി കടന്നു വന്നത്. അസ്ഹാബുൽ ഐക്ക എന്നാണ് അവർ അറിയപ്പെട്ടത്. എന്താണ് അസ്ഹാബുൽ ഐക്ക? മരക്കാവുകാർ, കൂട്ടം കൂടി നിൽക്കുന്ന മരങ്ങൾക്കിടയിലാണ് അവർ ജീവിച്ചത്. അവിടേക്ക് വന്ന ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയും ആദ്യം അവരോട് പറഞ്ഞത്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം, അവനെ മാത്രം ആരാധിക്കണം, എന്നെ നിങ്ങൾ അനുസരിക്കണം എന്ന ലാ ഇലാഹ ഇല്ലല്ലാഹയും അതിന്റെ വിശദീകരണവുമായിരുന്നു. എന്നാൽ അതിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. സമൂഹത്തിൽ നിലനിൽക്കുന്ന ഏറ്റവും വലിയൊരു തിന്മ എന്ന നിലക്ക് അതിനെതിരെയാണ് പിന്നീട് അദ്ദേഹം പ്രതികരിച്ചിട്ടുള്ളത്. അപ്പൊ ഏത് നാട്ടിൽ, ഏത് സമൂഹത്തിൽ എത്ര വലിയ തിന്മകൾ ഉണ്ടെങ്കിലും പ്രഥമ പരിഗണന കൊടുക്കേണ്ടത് ശിർക്കിനെതിരെയുള്ള ദഅവത്തിനായിരിക്കണം. മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ ജനതയിലേക്ക് പ്രവാചകനായി കടന്നു വരുമ്പോ അവിടെ ഉണ്ടായിരുന്ന ഏറ്റവും ദുഷിച്ച വൃത്തികെട്ട ഒരു ഏർപ്പാടായിരുന്നു സവർഗരതി. അതിനെതിരെ ശക്തമായി ലൂത്ത് നബി അലൈഹിസ്സലാം പോരാടിയിട്ടുണ്ട്. പക്ഷേ പ്രഥമ പരിഗണന കൊടുത്തിട്ടുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഅവത്ത് നടത്താനാണ്. അതുകൊണ്ടാണ് ഈ ആയത്തിൽ അല്ലാഹ് പറഞ്ഞത്, വമാ അർസൽനാ മിൻ ഖബലിക മിർ റസൂൽ, ഓ പ്രവാചകരെ, താങ്കൾക്ക് മുമ്പ് ഒരു പ്രവാചകനെയും നാം അയച്ചിട്ടില്ല കേട്ടോ. ഇല്ലാ നൂഹി ഇലൈഹി,
നാം ബോധനം നൽകിക്കൊണ്ടല്ലാതെ ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ, അന്നഹു ലാ ഇലാഹ ഇല്ലാ അന, കാര്യം അല്ലാഹു അല്ലാതെ ഞാനല്ലാതെ ആരാധനക്ക് അർഹനില്ല, ഫഅബ്ദൂൻ, അതുകൊണ്ട് എന്നെ നിങ്ങൾ ആരാധിക്കണം എന്ന് പഠിപ്പിച്ചുകൊണ്ടല്ലാതെ ഒരു പ്രവാചകനും കടന്നു വന്നിട്ടില്ല. സുഹൃത്തുക്കളെ, അപ്പോ ഇബാദത്ത് അള്ളാഹ്ക്ക് മാത്രം എന്നതാണ് ഇസ്ലാമിന്റെ അടിത്തറ. അള്ളാഹു അല്ലാതെ ആരാധനക്ക് അർഹനില്ല എന്നതാണ് ഇസ്ലാമിന്റെ കാതൽ, മർമ്മഭാഗം. അതാണ് ഇസ്ലാമിന്റെ ജീവൻ, മൂല്യമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അതാണ്. ശരിക്കും പറഞ്ഞാൽ അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചത് എന്തിനാന്ന് പറഞ്ഞപ്പോ തന്നെ പറഞ്ഞത് വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, എന്നെ മാത്രം ആരാധിക്കാനല്ലാതെ മനുഷ്യരെയോ ജിന്നുകളെയോ നാം സൃഷ്ടിച്ചിട്ട് പോലുമില്ല എന്ന് 51-ാം അധ്യായം സൂറത്തു ദാരിയാത്തിലെ 56-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് ഫഅലം, നിങ്ങൾ അറിയണം, നിങ്ങൾ പഠിക്കണം, അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹനില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിക്കണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിക്കണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രബോധനം ചെയ്യണം എന്നത് ഖുർആൻ ആവർത്തിച്ച് പഠിപ്പിക്കുകയാണ്. ഈ ആരാധനകളിലെ ഓരോന്നും എടുത്തു നോക്കുമ്പോൾ അതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുക പ്രാർത്ഥനയാണ്. ആരാധനകളിൽ പ്രഥമ പരിഗണനയുള്ളത് പ്രാർത്ഥനക്കാണ്. പ്രാർത്ഥന അതാണ് ആരാധന. അദ്ദുആഉ ഹുവൽ ഇബാദ എന്ന് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഒരു ഹദീസിൽ കാണാം, അഫ്ളലുൽ ഇബാദത്തി അദ്ദുആ, ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയില്ലാത്ത ഒന്നും ഇബാദത്തായി മാറുന്നില്ല. പടച്ചോൻ ഇത് സ്വീകരിക്കണേ എന്നൊരു മനസ്സില്ലാത്ത ഒരു കർമ്മം ഇബാദത്തായിട്ട് പരിഗണിക്കൂല. അതുകൊണ്ട് പ്രാർത്ഥനയാണ് ആരാധനയുടെ ഏറ്റവും പരിഗണനയിലുള്ള ഒരു കാര്യം. എന്നാൽ ചില ആളുകളെങ്കിലും പച്ച മലയാളത്തിൽ വരെ എഴുതി വെച്ചത് എന്തറിയോ, പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്നത് സാക്ഷാൽ ഇബ്ലീസിന്റെ പ്രമേയമാണ്. എന്ന വിശുദ്ധ ഖുർആൻ പറയുന്നതോ വന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. സൂറത്തുൽ ജിന്നിലെ 18-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറഞ്ഞു, പള്ളികൾ അല്ലാഹുവിനുള്ളതാണ്, അവന് പുറമെ അവന്റെ കൂടെ ഒരാളെയും നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കരുത്. അപ്പൊ അള്ളാഹ്ക്ക് പുറമെ ആരെയും വിളിച്ചു പ്രാർത്ഥിക്കരുത് എന്നുള്ളത് പിശാചിന്റെ പ്രമേയമല്ല, മറിച്ച് ഖുർആനിന്റെ പ്രമേയമാണ്, അള്ളാഹുവിന്റെ പ്രഖ്യാപനമാണ്. നോക്കൂ, മറ്റൊരു സ്ഥലത്ത് അതേ സൂറത്തിൽ അല്ലാഹ് പറഞ്ഞു, ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. 20-ാം ആയത്തിൽ അല്ലാഹ് പറയാണ്, ഖുൽ നബിയെ അങ്ങ് പറയണം, ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ, വലാ ഉശ്രികു ബിഹി അഹദാ, അവനിൽ ഒരാളെയും ഞാൻ ശിർക്ക് വെക്കുകയില്ല, പങ്കു ചേർക്കുകയില്ല. അപ്പൊ ഇത് ഖുർആനിന്റെ തന്നെ പ്രഖ്യാപനമാണ് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. അപ്പൊ പ്രവാചകന്മാർ പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഒരു ആശയം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സന്ദേശം, അത് ഉൾക്കൊള്ളാത്ത ഒരാൾക്കും അവന്റെ ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷം അനുഭവിക്കാനോ ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യമായ സ്വർഗത്തിൽ പ്രവേശിക്കാനോ സാധിക്കുകയില്ല എന്നാണ് സഹോദരങ്ങളെ ഈ ആയത്ത് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ടാണ് പ്രവാചകന്മാരെല്ലാവരും ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് ക്ഷണിക്കുക എന്നതിന് പ്രഥമ പരിഗണന നൽകിയിട്ടുള്ളത്. ഇപ്പൊ ഞാൻ പറഞ്ഞു, ഇബാദത്ത് അള്ളാഹ്ക്ക് മാത്രം എന്ന് പറയുമ്പോൾ അതിൽ പ്രഥമ സ്ഥാനത്തുള്ളത് പ്രാർത്ഥനയാണെങ്കിലും പ്രാർത്ഥന മാത്രമല്ല, ഇബാദത്തിന്റെ പരിധിയിൽ വരുന്ന ഒന്നും അള്ളാഹു അല്ലാത്തവർക്ക് നൽകാൻ പാടില്ല. സഹായത്തേട്ടമാണെങ്കിലും സത്യം ചെയ്യലാണെങ്കിലും ബലിയറുക്കുന്നതാണെങ്കിലും ഇങ്ങനെ നന്മയും തിന്മയും പ്രതീക്ഷിക്കലാണെങ്കിലും ശകുനം, ഇതൊക്കെ ഒരുപാട് ഹദീസുകളിലൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ്. ഞാൻ ആ ഭാഗം വിശദീകരിക്കല്ല. ഇപ്പൊ നോക്ക് നിങ്ങൾ, വ്യാപകമായി മുസ്ലിമീങ്ങൾ എന്ന് അവകാശപ്പെടുന്നവരിൽ പോലും കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് ചരട്, മന്ത്രിച്ചൂതിയ നൂല്, ഐക്കല്ല്, ഏലസ് പോലുള്ളവ ബന്ധിച്ചിട്ട് അതിലെന്തൊക്കെയോ ഒരു ഇതുണ്ട് എന്ന് തോന്നുക. ഇത് കെട്ടിയാല് രോഗം മാറും എന്ന് വിശ്വസിക്കുക. ഇതുണ്ടെങ്കിൽ ഒരു പവറാണ് എന്ന് പറയാ. സുഹൃത്തുക്കളെ, എന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്താ അറിയോ, ഇന്നർ റുഖാ വത്തമാഇമ വത്തിവലത ശിർകുൻ, രോഗം മാറാൻ കെട്ടുന്ന തകിടുകൾ, ഏലസുകൾ, അതുപോലെ മന്ത്രിച്ചൂതി കെട്ടുന്ന നൂലുകൾ ശിർകുൻ, അത് അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ്. എത്രത്തോളം ചോദിച്ചാൽ പണ്ഡിതന്മാർ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത്, ഒരാൾ അത് ബന്ധിക്കുമ്പോൾ അത് തന്നെയാണ് എന്റെ രോഗം മാറ്റുന്നത് എന്ന് വിശ്വസിച്ചാൽ ഷിർക്കുൻ അക്ബർ, ദീനിൽ നിന്ന് പുറത്തു പോകുന്ന, അള്ളാഹു ഒരിക്കലും പുറത്തു തരില്ല എന്ന് പറഞ്ഞ വലിയ ഷിർക്കായി മാറും. അതല്ല, ഇത്
എന്തോ ഒരു ഗുണം ചെയ്യും, ഇതല്ല മാറ്റുന്നത്, അല്ല തന്നെയാണ് മാറ്റണത്, എന്നാലും ഇത് കെട്ടിയോണ്ടാണ് മാറുന്നത്, ഇത് കെട്ടിയോണ്ടാണ് അല്ല മാറ്റണത് എന്നൊക്കെ വിശ്വസിച്ചാലോ ഷിർക്കുൻ അസ്ഗർ, അതും ഷിർക്ക് തന്നെയാണ്. അത് ഷിർക്കിലേക്കുള്ള, വലിയ ഷിർക്കിലേക്കുള്ള വസീലയുമാണ്, ചെറിയ ഷിർക്കുമാണ് എന്ന് പണ്ഡിതന്മാർ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അരികിലേക്ക് ഒരു 9 അംഗ സംഘം, ഒരു 10 ആളുകൾ വന്നപ്പോ 9 ആൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബൈഅത്ത് ചെയ്ത സംഭവം നമുക്കറിയാലോ. ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഖ്ബല ഇലൈഹി റഹ്തുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരികിലേക്ക് ഒരു സംഘം വന്നു. ഫബായ തിസ്അതൻ, 9 പേർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബൈഅത്ത് ചെയ്തു. വ അംസക അൻ വാഹിദിൻ, ഒരാളിൽ നിന്ന് പ്രവാചകൻ വിട്ടുനിന്നു, ഒരാൾക്ക് റസൂലുള്ള ബൈഅത്ത് ചെയ്യണില്ല. ഫഖാലു, അവർ ചോദിച്ചു, യാ റസൂലല്ലാഹ് ബായഅത തിസ്അതൻ വ തറക്ത ഹാദാ, റസൂൽ നിങ്ങൾ 9 ആൾക്ക് ബൈഅത്ത് ചെയ്തിട്ട് ഒരാളങ്ങൾ എന്തിങ്ങനെ മാറ്റി നിർത്തിയത്? ഖാല, റസൂലുള്ള പറയുകയാണ്, ഇന്ന അലൈഹി തമീമ, അയാളുടെ മേൽ തമീമത്തുണ്ട്, ഏലസുണ്ട്. ഫഅദ്ഖല യദഹു ഫഖതഅഹാ ഫബായഹു, അത് പൊട്ടിച്ച് വലിച്ചെറിഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈഅത്ത് ചെയ്തു. വഖാൽ, എന്നിട്ട് പറയുകയും ചെയ്തു, മൻ അല്ലക തമീമതൻ ഫഖദ് അശ്റക, ആരാണോ ഏലസ് കിട്ടുന്നത് അവർ ചെയ്യേണ്ടത് ശിർക്കാണ്. സുഹൃത്തുക്കളെ, ഇതിനെതിരെ ശബ്ദിക്കുക എന്നുള്ളത്, ബോധവൽക്കരിക്കുക എന്നുള്ളത് നമ്മുടെ വീട്ടിൽ നിന്ന് തുടങ്ങി, നമ്മുടെ കുടുംബത്തിൽ നിന്ന് തുടങ്ങി, നമ്മുടെ അയൽപ്പക്കത്ത് നിന്ന് തുടങ്ങി, നമ്മുടെ നാട്ടിൽ നിന്ന് തുടങ്ങി, നമ്മുടെ നാടുകളിൽ മുഴുവൻ ഇത് ദഅവത്ത് നടത്തുക എന്നുള്ളതിനായിരിക്കണം പ്രഥമ സ്ഥാനം നമ്മൾ കൊടുക്കേണ്ടത്. എന്തുകൊണ്ട്? ഇന്ന് നമ്മൾ വിശദീകരിക്കുന്ന ആയത്തിൽ എന്താണ്? വമാ അർസൽനാ മിൻ ഖബലിക മിർ റസൂൽ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ, ഞാനല്ലാതെ ഒരു ആരാധ്യനില്ല, എന്നെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ എന്ന് ബോധനം നൽകിക്കൊണ്ടല്ലാതെ ഓ പ്രവാചകരെ, താങ്കൾക്ക് മുമ്പ് ഒരു പ്രവാചകനെയും നാം അയച്ചിട്ടില്ല. ഒരു പ്രവാചകനും ഇത് പറയാനല്ലാതെ പരിഗണന കൊടുത്തിട്ടില്ല. ബാക്കിയുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ പ്രഥമ പരിഗണന ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഅവത്ത് നടത്താനായിരുന്നു. ഇപ്പൊ നമ്മുടെ നാട്ടിൽ വ്യാപകമായി അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്തായി മാറുന്ന ശിർക്കിലേക്ക് മനുഷ്യനെ എത്തിക്കുന്ന മറ്റൊരു കാര്യമാണ് ഭാവി ഫലം നോക്കുക, വാരഫലം നോക്കുക. എന്നിട്ട് ഈ നാളിൽ പറഞ്ഞവനാണെങ്കിൽ അങ്ങനെ എന്തൊക്കെ ഉണ്ട് എന്ന് വിചാരിക്കുക, കയ്യിന്റെ രേഖ പരിശോധിച്ചിട്ട് പറയാ, തത്തമ്മയെ കൊണ്ട് ചീട്ടെടുപ്പിച്ചിട്ട് പലതും പറയാ. ഇങ്ങനെ എന്തൊക്കെയോ ഒരു ഭാവി പ്രവചിക്കാൻ ആർക്കൊക്കെ കഴിയും എന്നൊരു തോന്നല്. ശരിക്കും പറഞ്ഞ ജാഹിലിയ കാലത്തും ഇത് നിലനിന്നിരുന്നു. അവർ പക്ഷിയെ പറത്തിയിട്ട് വലതുഭാഗത്തേക്ക് പാറിയാൽ ഇന്ന് സന്തോഷമാണ് എന്ന് പറയാ, ഇടതുഭാഗത്തേക്ക് പാറിപ്പോയാൽ ഇന്നത്തെ ദിവസം പോക്കാണെന്ന് വിശ്വസിക്കുക. ഇദ്ഹബ് ലാ തദ്ഹബ് എന്ന് എഴുതി വെച്ചിട്ട് അമ്പ ചെയ്തിട്ട് ഇദ്ഹബിലേക്ക് അടുത്ത് ചെന്ന യാത്ര തുടങ്ങുക, അല്ലെങ്കിൽ അന്നത്തെ യാത്ര നിർത്തിവെക്കുക. തുയ്യറത്ത്, ശകുനം നോക്കൽ, ഇതിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ അറിയോ? അത്തുയ്യറത്തു ശിർക്കുൻ, അത്തുയ്യറത്തു ശിർക്കുൻ, അത്തുയ്യറത്തു ശിർക്കുൻ. 3 തവണ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് പറയാണ്, ഇങ്ങനെ ശകുനം നോക്കൽ ശിർക്കാണ് എന്ന് അവിടുന്ന് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് അങ്ങനത്തെ അള്ളാഹുവിൽ നിന്നല്ലാതെ ഒരു ഗുണം ഒരു വസ്തുവിലോ ഒരു ജീവിയിലോ ഒരു വ്യക്തിയിലോ ഒരു സ്ഥലത്തിനോ റസൂലുള്ള പഠിപ്പിക്കാത്ത, ഇസ്ലാം പഠിപ്പിക്കാത്ത ഒരു പ്രത്യേകതയും ഒരു നിലക്കും നമുക്ക് തോന്നാൻ പാടില്ല. ആ സ്ഥലത്ത് പോയാൽ എന്തോ ഒരു ഗുണം കിട്ടും, ആ തങ്ങളെ കണ്ടാൽ നമ്മളിത് ശരിയാകും, ഈ വ്യക്തിന്റെ അടുത്ത് ചെന്നാൽ ഈ ഒരു ജീവിക്ക് എന്തോ ഒരു ദോഷമുണ്ട്, അങ്ങനെ കരുതാനേ പാടില്ല. വേഗത്തിൽ ലളിതമായി നമുക്ക് മനസ്സിലാക്കാവുന്ന ഉദാഹരണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈബറിലേക്ക് യാത്ര പോയ സന്ദർഭത്തിൽ ഉണ്ടായ സംഭവം. എന്താണത്? സ്വഹാബത്ത് പറയാണ്, ലമ്മാ ഖറജ ഇലാ ഖൈബർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈബറിലേക്ക് പുറപ്പെട്ട സമയത്ത് മർറ ബി ഷജറത്തിൻ, ഒരു മരത്തിന്റെ അരികിലൂടെ നടന്നുപോയി. ലിൽ മുശ്രിക്കീന, അത് മുശ്രിക്കീങ്ങളെ മരമാണ്. യുഖാലു ലഹ, അവരതിന് പറയാ ദാതു അൻവാത്, കൊളുത്തുമരം എന്നാണ്. യുഅല്ലിഖൂന അലൈഹ അസ്ലിഹതഹും, അവരുടെ വാളും ആയുധങ്ങളും ഒക്കെ ആ മരത്തിൽ അവരിങ്ങനെ കൊളുത്തിയിടും. ഫഖാലു, അതിന്റെ അരികിലൂടെ പോയപ്പോ ചില പുതുമുസ്ലിമുകൾ പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇജ്അൽ ലനാ ദാത അൻവാതിൻ കമാ ലഹും ദാതു അൻവാത്. റസൂൽ ഓൽക്കൊക്കെ ഓല ആയുധം കൊളുത്തിട്ടിട്ട് ഇങ്ങനെ ഒരു ബറക്കത്ത് തോന്നണേ, ഒരു ധൈര്യം പവറും ശക്തിയൊക്കെ തോന്നണ അവസ്ഥയല്ലേ, അതേപോലെ ഞങ്ങൾക്കും ഒരു മരം നിശ്ചയിച്ചു തരീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ? സുബ്ഹാനല്ലാഹ്. അത്ഭുതം തോന്നുന്ന, പ്രയാസപ്പെടുത്തുന്ന ചിന്തകൾ വരുമ്പോഴാണ് പ്രവാചകൻ സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലുക.
ഹാദാ കമാ ഖാല ഖൗമു മൂസ അലൈഹിസ്സലാം. ഇത് മൂസാ നബിയുടെ ജനത പറഞ്ഞതുപോലെ ആയി പോയിട്ടോ. ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ. അവർക്ക് ആരാധ്യന്മാരുള്ളതുപോലെ ഞങ്ങൾക്കും ആരാധ്യനെ നിശ്ചയിച്ചതാന്ന് മൂസാ നബിയുടെ ജനത പറഞ്ഞ അതേ വർത്താനാണ് നിങ്ങൾ പറയുന്നത്. ഒരു ആ മരത്തിന് എന്തെങ്കിലും പ്രത്യേക ഗുണം പ്രതീക്ഷിച്ചോ? ആ മരമാണ് പ്രാർത്ഥന കേൾക്കുക എന്ന് വിശ്വസിച്ചോ? മരത്തിനോട് സഹായം തേടിയോ? മരത്തിന്റെ അടുത്ത് എഴുത്തിക്കാവിരുന്നോ? മരത്തിനെ തവാഫ് ചെയ്തോ? ഒന്നും ചെയ്തില്ല. എന്തോ ഒരു ഇത് കിട്ടൂലേന്ന് അവർക്ക് തോന്നി. റസൂലുള്ള പറഞ്ഞു പാടില്ല. സുഹൃത്തുക്കളെ, അതുകൊണ്ട് കാര്യം വളരെ ഗൗരവമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രബോധനം ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്യുന്നത് പോലും എത്ര ഗുരുതരമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഹലഫി ബിഗൈരില്ലാഹ് ഫഖദ് അശ്റക. അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ആരെങ്കിലും സത്യം ചെയ്താൽ അവൻ ചെയ്യുന്നത് ശിർക്കാണ്. മനസ്സിലാണ്ടോ? ഇപ്പോ ജാഹിലിയ കാലത്ത് നിലനിന്നിരുന്ന ഒരു കാര്യമാണ്, കഅബയെ പിടിച്ച് സത്യം ചെയ്യും. കഅബയാണേ സത്യം എന്ന് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി, കഅബയുടെ റബ്ബാണേ സത്യം. വൽ കഅബ എന്ന് പറഞ്ഞവരോട് വറബ്ബിൽ കഅബ, കഅബയുടെ റബ്ബാണേ സത്യം എന്ന് നിങ്ങൾ പറഞ്ഞോളൂ എന്ന് തിരുത്തി പഠിപ്പിച്ചു. ബാപ്പയാണേ സത്യം എന്ന് പറയുന്ന ശീലം അവർക്കുണ്ടായിരുന്നു. അതിനെ ഇസ്ലാം ശക്തമായി എതിർത്തു. അതുകൊണ്ട് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുക, ആരാധന നടത്തുക ഒന്നും ശരിയല്ല. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ് തൗഹീദിന്റെ വാചകം. എന്താ നമ്മളെ ആയത്ത്? വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂൽ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ. വമാ അർസൽനാ, അർത്ഥങ്ങൾ പറഞ്ഞോളി. നാം അയച്ചിട്ടില്ല, മിർ റസൂലിൻ, മിൻ ഖബ്ലിക താങ്കൾക്ക് മുമ്പ്, മിർ റസൂലിൻ ഒരു പ്രവാചകനെയും അയച്ചിട്ടില്ല, ഇല്ലാ നൂഹി ഇലൈഹി അവർക്ക് ബോധനം നൽകിയിട്ടല്ലാതെ, അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഞാനല്ലാതെ ഒരു ആരാധ്യനില്ല, ഫഅ്ബുദൂൻ ഫഅ്ബുദൂനി എന്നാണ് അവിടെ. അപ്പോ വായനയുടെ ഖുർആന്റെ വഖഫിന് വേണ്ടിയാണ് അവിടുത്തെ യാ പോയിട്ടുള്ളത്. ഫഅ്ബുദൂനി എന്നർത്ഥം, എന്നെ നിങ്ങൾ ആരാധിക്കണം, നിങ്ങൾ എന്നെ ആരാധിക്കണം, ഞാനല്ലാതെ ആരാധ്യനില്ല എന്ന് പറഞ്ഞ് വഹി കൊടുത്തിട്ടല്ലാതെ ഒരു പ്രവാചകനെയും നാം അയച്ചിട്ടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ഇപ്പൊ ഇതേ ആശയം എല്ലാ പ്രവാചകന്മാരും പ്രധാനമായും പ്രബോധനം ചെയ്തത് ഇതാണ് എന്ന് പഠിപ്പിക്കുന്ന വേറെയും ആയത്തുകൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. 16-ാം അധ്യായം സൂറത്തുൻ നഹ്ലിലെ 36-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറഞ്ഞു, വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിർ റസൂലാ അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്. വലഖദ് ബഅസ്നാ, നാം നിയോഗിച്ചയച്ചു, ഫീ കുല്ലി ഉമ്മ എല്ലാ സമുദായത്തിലേക്കും, റസൂലൻ ദൂതനെ, അൻ ഇഅ്ബുദുല്ലാഹ് നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്, വജ്തനിബുത് താഗൂത്ത് ദൈവേതര ശക്തികളെ, അല്ലാഹു അല്ലാത്ത ശക്തികളെ ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലാത്ത ശക്തികളോട് നിങ്ങൾ ആരാധന ചെയ്യരുത് എന്ന് പറഞ്ഞ് ഞാൻ എല്ലാ സമൂഹത്തിലേക്കും പ്രവാചകന്മാരെ അയച്ചു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മഹത്വം പറയുമ്പോൾ ഒരു 5-8 കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമ്മൾ വേഗത്തിൽ പറഞ്ഞു പോവുകയാണ്. അതിൽ ഒന്നാമത്തേത്, ലോകത്തേക്ക് വന്ന എല്ലാ പ്രവാചകന്മാരും പ്രഥമമായും പ്രധാനമായും പ്രബോധനം ചെയ്തത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. അത് ഇൻഷാ അല്ലാഹ് ഓരോന്ന് പറയുന്നുണ്ട്. അപ്പൊ ഒന്നാമത്തെ കാര്യം അത് തന്നെയാണ്, എല്ലാ പ്രവാചകന്മാരും പ്രബോധനം ചെയ്തത് അതാണ് എന്ന കാര്യം. രണ്ടാമത്തേത്, മീസാനിൽ ഏറ്റവും ഭാരമുള്ള വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. ഞാൻ വിശദീകരിക്കണില്ല, പലപ്പോഴായി നമ്മൾ പറഞ്ഞതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് രേഖപ്പെടുത്തിയ ബിതാഖ, അതിന് പണ്ഡിതന്മാർ പേര് കൊടുത്തത് തന്നെ ഹദീസു ബിതാഖ എന്നാണ്. എന്താ പേര്? ഹദീസിന്റെ പേരെന്താ? ഹദീസു ബിതാഖ. അങ്ങനെ ചില പേരുകൾ ഹദീസുകൾക്ക് കിട്ടും. ഹദീസു ദുബാബ് എന്ന് പേരുണ്ട്, ഈച്ചയുടെ ഹദീസ്. ഏതാ? ഈച്ച വെള്ളത്തിൽ വീണാല് മുക്കിയെടുക്കണം, എന്നാലേ ആ വെള്ളം ഉപയോഗിക്കാവൂ. കാരണം അതിന്റെ ഒരു ചിറകിൽ വിഷവും മറ്റൊരു ചിറകിൽ അതിനുള്ള ഔഷധവുമാണ് എന്ന് പറയുന്ന ഹദീസിന് പണ്ഡിതന്മാർ പറഞ്ഞത് ഹദീസ് ദുബാബ് എന്നാ, ഈച്ചയുടെ ഹദീസ് എന്നാ. എല്ലാ ഹദീസും ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹിയായി എത്തിച്ചതാണ്. എന്നാൽ ഒരു ഹദീസ് അറിയപ്പെട്ടത് ഹദീസു ജിബ്രീൽ എന്നാ, ജിബ്രീലിന്റെ ഹദീസ് എന്നാ. ഏതാ? ഒരു മനുഷ്യരൂപത്തിൽ വന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടേക്ക് ചേർന്നിരുന്നതും, മൽ ഇസ്ലാം, മൽ ഈമാൻ, മൽ ഇഹ്സാൻ എന്നൊക്കെ ചോദിച്ചതൊക്കെ അല്ലേ ആ ഹദീസ്, ഹദീസു ജിബ്രീൽ എന്നാ അറിയപ്പെട്ടത്. ഹദീസു മുസീഇസ് സ്വലാത്ത്,
അല്ലെങ്കിൽ ഹദീസുൽ മുസ്ഇ ഫീ സലാത്തിഹി എന്നൊക്കെ ഒരു ഹദീസ് ഉണ്ട്, നിസ്കാരത്തിൽ തെറ്റിച്ചവന്റെ ഹദീസ്. ഒരു ഹദീസ് അറിയപ്പെട്ടത് എങ്ങനെയാണ്? നമസ്കാരത്തിൽ തെറ്റുപറ്റിയവന്റെ ഹദീസ്. ഖല്ലാദ് ഇബ്നു റാഫി എന്നാണ് ആ സ്വഹാബിയുടെ പേര്. അദ്ദേഹം വന്നു, നിസ്കരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വാ, നിസ്കാരം ശരിയായിട്ടില്ല, ആദ്യക്കൊന്ന് നിസ്കരിച്ചോ. വീണ്ടും നിസ്കരിച്ചു. പ്രവാചകന്റെ അടുത്ത് ചെന്ന് സലാം പറഞ്ഞു, ചെല്ല്, നിസ്കരിച്ചു വാന്ന് പറഞ്ഞു. 3 തവണ ആയപ്പോ പറഞ്ഞു, റസൂലേ, എനിക്കിപ്പോ ഞാൻ നിസ്കരിച്ച പോലെ തന്നെ അറിയുള്ളൂ, എന്താ തെറ്റ് നിങ്ങൾ പറഞ്ഞു തരീൻ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിന്റെ ഓരോ റുക്കിനും ഷർത്തും അല്ലെ അതൊക്കെ ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുക. വാജിബാത്തും ഒക്കെ ആ ഹദീസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. ആ ഹദീസ് അറിയപ്പെട്ടത് നിസ്കാരം തെറ്റിച്ചവന്റെ ഹദീസ് എന്നാണ്. എന്ന പോലെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മഹത്വം പറയുന്നിടത്ത് പണ്ഡിതന്മാർ പറഞ്ഞ ഹദീസാണ് ഹദീസു ബിതാഖ, കാർഡിന്റെ ഹദീസ്. അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് രേഖപ്പെടുത്തിയ കാർഡ് ഒരു തട്ടിലും അവൻ ചെയ്ത 99 കെട്ട് ഫയല് തിന്മയുടെ കെട്ടുകൾ മുഴുവൻ ഒരു തട്ടിലും വെക്കുമ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് പറഞ്ഞത് എന്താണെന്നറിയോ? ഫതൂലഉ സിജില്ലാതു ഫീ കിഫാ വൽ ബിതാഖതു ഫീ കഫാ ഫതാശതി സിജില്ലാത്ത്. ആ 99 കെട്ടുകളും അങ്ങ് പാറിപ്പോകും. വസഖുലത്തുൽ ബിതാഖ, ഈ കാർഡ് അങ്ങ് കനം തൂങ്ങും. കാരണം എന്താ? അതിലുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. അള്ളാഹു മനസ്സറിഞ്ഞ് ധാരാളം തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. സുഹൃത്തുക്കളെ, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ 3-ാമത്തെ ഒരു പ്രത്യേകത, മുഴുവൻ പ്രവാചകന്മാരും പറഞ്ഞതിൽ ഏറ്റവും ശ്രേഷ്ഠമായ വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. അതാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞത്, അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. റസൂലുള്ളാഹി പറയാണ്, ഖൈറു ദുആഇ ദുആഉ യൗമി അറഫ, ഒരു മനുഷ്യൻ നടത്തുന്ന പ്രാർത്ഥനയിൽ ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന യൗമു അറഫ, ദുൽഹിജ്ജ 9 നടത്തുന്ന പ്രാർത്ഥനയാണ്. വഖൈറു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി, ഞാനും എനിക്ക് മുമ്പ് വന്ന പ്രവാചകന്മാരും പറഞ്ഞതിൽ ഏറ്റവും ശ്രേഷ്ഠം ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന വാചകമാണ് എന്ന് ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്ത ഹദീസിലൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഏറ്റവും ശ്രേഷ്ഠമായ ദിക്റും ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. അതാണ് 4-ാമത്തെ പ്രത്യേകത. അഫ്ളലു ദിക്രി ലാ ഇലാഹ ഇല്ലല്ലാഹ്. അഫ്ളലു ദിക്ർ, ഒരു മനുഷ്യൻ ചൊല്ലുന്ന ദിക്റിൽ അള്ളാഹനെ ഓർക്കാൻ വേണ്ടി ഒരു അടിമ എന്തൊക്കെ പറയും, അതിൽ പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കാണ്. അള്ളാഹു ആ നിലക്ക് തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആവർത്തിച്ച് ചൊല്ലാൻ നമുക്ക് തൗഫീഖിനെ പ്രദാനം ചെയ്യട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ 5-ാമത്തെ ഒരു മഹത്വം, ലാ ഇലാഹ ഇല്ലല്ലാഹ് ആത്മാർത്ഥമായിട്ട് പറഞ്ഞവർക്കൊക്കെ സ്വർഗ്ഗമുണ്ട്. ആത്മാർത്ഥമായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവർക്കൊക്കെ മറ്റെന്ത് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അതിനുള്ള ശിക്ഷ കിട്ടിക്കഴിഞ്ഞ് പിന്നീട് സ്വർഗ്ഗപ്രവേശനം അവർക്കുണ്ടാകും എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ ഖാല അബ്ദുൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖത്തു മുഖ്ലിസ, ഇഖ്ലാസോട് കൂടി ഒരു അടിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇല്ലാ ഫുതിഹത് ലഹു അബ്വാബുസ് സമാ, ആകാശത്തിന്റെ കവാടങ്ങൾ അവനു വേണ്ടി തുറക്കപ്പെടാതിരിക്കില്ല. ഹത്താ തുഫ്ലിയ ഇലൽ അർശി, എന്നിട്ട് അവനെ അർശിലേക്ക് അത് എത്തിക്കും. ആകാശം കവാടം തുറക്കപ്പെട്ടിട്ട് അവൻ ചൊല്ലിയ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ത് ചെയ്യും? അത് അർശിലേക്ക് അങ്ങ് എത്തും. അത് സ്വർഗപ്രവേശനത്തിന് കാരണമാവുകയും ചെയ്യും. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ 6-ാമത്തെ ഒരു മഹത്വമായി പറയാൻ ഉദ്ദേശിക്കുന്നത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ആത്മാർത്ഥമായി പറയുന്നവർക്ക് നരകമോചനം ഉണ്ട് എന്ന സംഭവമാണ്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന അല്പം സുദീർഘമായ ഒരു ഹദീസിന്റെ ആകത്തുക ഇങ്ങനെയാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഒന്നിച്ച് സ്വഹാബികളുടെ കൂടെ ഇരിക്കുന്ന ഒരു സമയത്ത് സമിഅ റജുലൻ യഖൂലു, ഒരു അടിമ ഇങ്ങനെ പറയുന്നത് കേട്ടു, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് ഒരു അടിമ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടു. ഫഖാല, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലൽ ഫിത്ര, അവനൊരു ശുദ്ധ പ്രകൃതിക്കാരനാണ്, അവനൊരു നല്ലോനാ, അവനൊരു ലാ ഇലാഹ ഇല്ലല്ലാഹന്റെ ഉടമയാണ്. സുമ്മ ഖാല, പിന്നെ ഈ അടിമ പറയുന്നുണ്ട്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ബാങ്കിന്റെ വാചകങ്ങളാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇങ്ങനെ പറയുന്നുണ്ട്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഖർജത മിനന്നാർ, നിങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട ആളാണ്. ഐ ബി തൗഹീദ്, ഈ തൗഹീദ് കൊണ്ട് അവനെ നരകത്തിൽ നിന്ന് അത് കരകയറ്റും. ഫനളറു, അപ്പൊ എല്ലാവരും ആ ആളിലേക്ക് ഇങ്ങനെ നോക്കി, ആരപ്പ ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാള്?
അപ്പോ ഫഇദാഹു റാഇഉൽ ബസ്, അതൊരു ആടിനെ മേയ്ക്കുന്ന ഒരാളായിരുന്നു. കൂടുതൽ ഇബാദത്തൊന്നും ചെയ്യാൻ കഴിയുന്ന ആളൊന്നുമല്ല, പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ട്, അല്ലാഹു അക്ബർ ഉണ്ട്. അതുകൊണ്ട് ആൾക്ക് നരകമോചനവും ഉണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കപ്പെടുന്ന ഹദീസാണ്. സഹോദരങ്ങളെ, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ഉത്ബാൻ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, റസൂലുള്ളാഹി പറഞ്ഞിരിക്കുന്നു, ഫഇന്നല്ലാഹ ഹറമ അലന്നാർ, അല്ലാഹ് നരകം നിഷിദ്ധമാക്കിയിട്ടുണ്ട്, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് യബ്തഗി ബിദാലിക വജ്ഹല്ലാഹ്, അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവർക്ക് നരകം അല്ലാഹ് നിഷിദ്ധമാക്കിയിട്ടുണ്ട്. അല്ലാഹു ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വക്താക്കളായി ജീവിക്കാൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. സഹോദരങ്ങളെ, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഏഴാമത്തെ ഒരു പ്രത്യേകത, ഒരു ഇസ്ലാമിക രാജ്യത്ത് ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്തു പോവുകയും അങ്ങനെ മുസ്ലിമീങ്ങൾക്കെതിരെ നിലകൊള്ളുകയും ചെയ്യുന്ന ആളുകളെ ഇസ്ലാമിക ഗവൺമെന്റ് നിശ്ചയിക്കുന്നത് പ്രകാരം കൊന്നുകളയുക എന്ന വിധിക്ക് അവർ വിധേയരാകും. മുസ്ലിം രാജ്യത്ത് ഒരു അമുസ്ലിം ജീവിച്ച കൊല്ലുന്നല്ല, മറിച്ച് ഇസ്ലാമിക രാജ്യത്തിനെതിരെ നിലനിന്നുകൊണ്ട് പ്രത്യക്ഷത്തിൽ മുസ്ലിമീങ്ങൾക്ക് ശത്രുവായി നിലകൊണ്ടാൽ ഒരു ഇസ്ലാമിക രാജ്യത്തിന്റെ സുരക്ഷിതത്വം എന്ന നിലക്ക് ചില നിയമങ്ങൾ സ്വീകരിക്കും. പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതാണ് ഇല്ലാതാവും. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ഒരാളെ കൊല്ലുക എന്ന സംഭവം ഇസ്ലാമിൽ ഇല്ല. സുഹൃത്തുക്കളെ, എത്രത്തോളം എന്നറിയോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരികിലേക്ക് ഒരു സംഭവം എത്തി. യുദ്ധത്തിനിടയിൽ ശത്രു മുന്നിൽപ്പെട്ടപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു. അത് രക്ഷപ്പെടാൻ വേണ്ടി പറയാണ് എന്ന നിലക്ക് കയ്യിലുണ്ടായിരുന്ന ആയുധം കൊണ്ട് സ്വഹാബി കൈകാര്യം ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് കാര്യമെത്തി. പ്രവാചകൻ ചോദിച്ചത് എന്താരോ, അഫലാ ശഖഖത അൻ ഖൽബിഹി ഹത്താ തഅലമ മിൻ അജ്ലി ദാലിക ഖാലഹാ അം ലാ, രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞതാണോ, ആത്മാർത്ഥമായി പറഞ്ഞത് തന്നെയാണോ എന്നറിയാൻ ഹൃദയം പിളർന്നു നോക്കിയോ? സഹോദരങ്ങളെ, നമ്മൾ പറഞ്ഞു വന്നത് വിശുദ്ധ ഖുർആനിലെ 21-ാം അധ്യായം സൂറത്തുൽ അംബിയയിലെ 25-ാമത്തെ ആയത്തിൽ ഒരു പ്രവാചകനെയും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആശയം പ്രബോധനം ചെയ്യാൻ ബോധനം നൽകിയിട്ടല്ലാതെ നാം അയച്ചിട്ടില്ല എന്നും അതിനാൽ എന്നെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ എന്ന കാര്യം ആ പ്രവാചകന്മാർ ആ സമൂഹത്തെ പഠിപ്പിച്ചു എന്നുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അറിയിക്കുന്ന കാര്യമാണ്. ഇബാദത്തിന് വേണ്ടി തന്നെയാണ് അല്ലാഹു നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്നും ഇബാദത്തിൽ പ്രഥമ പരിഗണന ദുആഇനാണ് എന്നും എന്നാൽ ദുആ മാത്രമല്ല ആരാധനയായി തീരുന്ന ഒന്നും അല്ലാഹു അല്ലാത്തവർക്ക് വകവെച്ചു കൊടുത്തുകൂടാ എന്നും പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന ഏലസ് കിട്ടുക, ശകുനം നോക്കുക, ഏതെങ്കിലും വസ്തുവിലോ വ്യക്തിയിലോ പ്രത്യേകം ഗുണമുണ്ട് എന്ന് വിശ്വസിക്കുക, ഏതെങ്കിലും വ്യക്തിയിലോ ശക്തിയിലോ ഒക്കെ എന്തെങ്കിലും ദോഷമുണ്ട് എന്ന് ഭയപ്പെടുക, അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്യുക പോലുള്ളവക്കെതിരെ ശക്തമായി നിലകൊള്ളാൻ മുവഹിദുകളായ നമുക്ക് പ്രബോധന രംഗത്ത് സാധിക്കേണ്ടതുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. അതോടൊപ്പം ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ചില മഹത്വങ്ങൾ നമ്മൾ പറയുകയുണ്ടായി. ഏഴാമത്തായി നമ്മൾ പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ഒരാളെ കൊല്ലുക എന്നത് അനുവദനീയമല്ല എന്നും അപ്രകാരം സംഭവിച്ച ഒരു വ്യക്തിയോട്, സ്വഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത് അവൻ പറഞ്ഞത് ആത്മാർത്ഥമായി തന്നെയാണോ അതല്ല രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞതാണോ എന്നറിയാൻ അവന്റെ ഹൃദയം പിളർത്തി നോക്കാൻ നിനക്ക് സാധിച്ചോ എന്ന് ആക്ഷേപിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു എന്നുമൊക്കെ ആ ലാ ഇലാഹ ഇല്ലല്ലാഹുമായി അവൻ വന്നാൽ നീ പരലോകത്ത് എന്ത് മറുപടി പറയും എന്നൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുത്തി ചിന്തിപ്പിച്ചു എന്നൊക്കെ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മറ്റൊരു മഹത്വമാണ് ഒരു വ്യക്തിയുടെ അവസാനത്തെ വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹയാണെങ്കിൽ അവന് സ്വർഗമുണ്ട് എന്നത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഇമാം അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള, അൽബാനി സ്വഹീഹ് എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള ഹദീസിൽ കാണാം, മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന, ആരുടെയെങ്കിലും അവസാനത്തെ വാചകം അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹനില്ല എന്ന വാചകമാണെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു.
ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഖിനൂ മൗതാക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ്. മരണാസന്നനായി കിടക്കുന്നവന് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി കൊടുക്കണം. ഫഇന്ന മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇൻദൽ മൗതി ദഖലൽ ജന്ന. കാരണം ആ മരണസമയത്ത് അവന്റെ അവസാനത്തെ വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയി കിട്ടിയാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. അതുകൊണ്ട് മരണാസന്നനായി കിടക്കുന്ന വ്യക്തിയെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ഒന്ന് ഓർമ്മപ്പെടുത്തണമെന്നും ചൊല്ലിക്കൊടുക്കണമെന്നും, പിന്നീട് കുറെ സമയം മിണ്ടാതിരുന്ന് മറ്റെന്തെങ്കിലും സംസാരത്തിൽ വന്നു കഴിഞ്ഞാൽ വീണ്ടും അവസാനത്തെ വാചകം അതാകാൻ ഒന്നുകൂടി ആ വ്യക്തിയെ കൊണ്ട് അത് പറയിപ്പിക്കണമെന്നുമൊക്കെ അതിന്റെ വിശദീകരണത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിന് ധാരാളം മഹത്വമുണ്ട്. അതിൽ ഏതാനും ചിലത് മാത്രമാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. സഹോദരങ്ങളെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന് വിവിധ പേരുകൾ ഖുർആനിലുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാചകത്തിന് വ്യത്യസ്ത പേരുകൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ അതൊന്നും കൂടുതൽ വിശദീകരിക്കുകയല്ല, വേഗത്തിൽ പറഞ്ഞു പോകാം. അതിലൊന്ന് കലിമത്തുൻ ത്വയ്യിബ. കലിമത്തുൻ ത്വയ്യിബ എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ്. ഖുർആനിലെ 14-ാം അധ്യായം സൂറത്തു ഇബ്രാഹീമിലെ 24-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, അലം തറ കൈഫ ലറബല്ലാഹു മസലൻ കലിമത്തൻ ത്വയ്യിബ. ഒരു നല്ല വാചകത്തിന് അല്ലാഹു കൊടുത്ത ഉപമ എന്താണെന്ന് നിനക്കറിയുമോ? ഒരു മരം പോലെ വേരുകൾ ഭൂമിയിലേക്ക് ആഴ്ന്നിറങ്ങി, ചില്ലകൾ അതിന്റെ പാർശ്വങ്ങളിലേക്ക് ഭൂമിയിൽ ആകാശത്തേക്ക് പടർന്നു നിന്ന് എല്ലാ വർഷവും അതിന്റെ ഈത്തപ്പഴങ്ങനെ നൽകുന്ന ഈത്തപ്പന പോലെയാണ് എന്ന് പറഞ്ഞ ആ ഷജറത്തിൻ ത്വയ്യിബ, നല്ല മരം പോലെയാണ് നല്ല വാചകം എന്ന് പറഞ്ഞ നല്ല വാചകം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് എന്ന് മുഫസ്സിറുകൾ രേഖപ്പെടുത്തുകയുണ്ടായി. അതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മറ്റൊരു പേരാണ് അൽ ഉർവത്തുൽ വുസ്ഖ. അൽ ഉർവത്തുൽ വുസ്ഖ, ബലിഷ്ഠമായ കയർ. എന്താണ് സഹോദരങ്ങളെ അതിനുള്ള തെളിവ്? സൂറത്തുൽ ബഖറയിൽ 256-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, ഫമൻ യക്ഫുർ ബിത്താഗൂതി വയുമിൻ ബില്ലാഹ് ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ വുസ്ഖ ലം ഫിസാമ ലഹാ വല്ലാഹു സമീഉൻ അലീം. അവിടെ അൽ ഉർവത്തുൽ വുസ്ഖ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് എന്ന് മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ കലിമത്തു തഖ്വ, തഖ്വയുടെ വാചകം ഇന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് പേരുണ്ട്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫതഹിലെ 26-ാമത്തെ ആയത്തിൽ വഅൽസമഹും കലിമത്ത തഖ്വ എന്ന് ഖുർആൻ പറയുകയും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് എന്ന് സ്വഹാബികൾ രേഖപ്പെടുത്തുകയും ചെയ്തത് നമുക്ക് കാണാൻ സാധിക്കും. ദഅവത്തുൽ ഹഖ്, സത്യസന്ധമായ പ്രാർത്ഥന എന്ന അർത്ഥം ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കുണ്ട് എന്ന് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഖുർആനിലെ 13-ാം അധ്യായം സൂറത്തുർ റഅദിലെ 14-ാമത്തെ ആയത്തിൽ ലഹു ദഅവത്തുൽ ഹഖ് എന്ന് തുടങ്ങുന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, അൽ മുറാദു, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ്. അൽ കലിമത്തുൽ ബാഖിയ എന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് പേരുണ്ട് എന്ന് സൂറത്ത് സുഖ്റുഫിലെ 26 മുതൽ 28 വരെയുള്ള ആയത്തുകളെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് പറയുന്ന മറ്റൊരു പേരാണ് അൽ ഖൗലുസ് സാബിത്ത്, ഉറപ്പിച്ചു നിർത്തുന്ന വാചകം. എവിടെ? ഖുർആനിൽ അല്ലാഹു സൂറത്തു ഇബ്രാഹീമിൽ 27-ൽ പറഞ്ഞു, യുസബ്ബിത്തുല്ലാഹു അല്ലദീന ആമനൂ ബിൽ ഖൗലിസ് സാബിത്തി ഫിൽ ഹയാത്തിദ് ദുനിയാ. ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞു അൽ ഖൗലുസ് സാബിത്ത് എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ്. അൽ അഹ്ദ്, കരാർ എന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഒരു പേരുണ്ട്. ഖുർആനിലെ 19-ാം അധ്യായം സൂറത്തു മറിയമിലെ 87-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, ലാ യംലികൂന ശഫാഅത ഇല്ലാ മൻ ഇത്തഖദ ഇൻദർ റഹ്മാനി അഹ്ദാ. റബ്ബിന്റെ അടുക്കൽ ഒരു കരാർ സ്വീകരിച്ചവർ എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വീകരിച്ചവർ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിന്ന് ഉദ്ധരിക്കപ്പെട്ടതായി തഫ്സീറുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സവാബ് എന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് പേരുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പേരാണ് സവാബ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നബയിൽ പഠിപ്പിച്ചു, യൗമ യഖൂമുർ റൂഹു വൽ മലായികതു സഫ്ഫൻ ലാ യതകല്ലമൂൻ ഇല്ലാ മൻ അദിന ലഹുർ റഹ്മാനു വഖാല സവാബാ. ആർക്കാ രക്ഷയുള്ളൂ? വഖാല സവാബ, സവാബ് പറഞ്ഞവർക്ക്, ശരിയായത് പറഞ്ഞവർക്ക്. എന്താ ഈ സവാബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ് എന്ന്
അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, അലി ഇബ്നു ത്വൽഹ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇല്ലാമൻ അദിന ലഹു റഹ്മാനു വഖാല സവാബ അന്നഹു ഖാൽ, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അസ്സവാബ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ് എന്ന് സഹോദരങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ അതൊന്നും കൂടുതൽ വിശദീകരിക്കല്ല. ചുരുക്കി പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു സംഭവമാണ്. അതിന് വ്യത്യസ്ത പേരുകളുണ്ട്, അതിന് വിവിധങ്ങളായ മഹത്വങ്ങൾ ഇസ്ലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിക്കുക, ഉൾക്കൊള്ളുക എന്നത് നിർബന്ധമാണ്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാചകത്തിന് 2 റുക്നുകൾ ഉണ്ട് എന്നാ പണ്ഡിതന്മാർ പറഞ്ഞത്. ഒന്ന് ലാ ഇലാഹ, മറ്റൊന്ന് ഇല്ലല്ലാഹ്. ആരാധ്യനില്ല എന്ന നഫിയിന്റെ ഒരു ഭാഗവും നിഷേധത്തിന്റെ ഒരു ഭാഗവും, മറ്റൊന്ന് ഇല്ലല്ലാഹ് അല്ലാഹ് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന സ്ഥാപിക്കുന്ന സുബൂത്തിന്റെ ഒരു ഭാഗവുമുണ്ട് എന്ന്, ഇസ്ബാത്തിന്റെ ഒരു ഭാഗമുണ്ട് എന്ന് പണ്ഡിതന്മാർ പറയാം. നഫിയുമുണ്ട്, ഇസ്ബാത്തുമുണ്ട്, നിഷേധിക്കലുമുണ്ട്, സ്ഥിരപ്പെടുത്തലുമുണ്ട്. നിഷേധം എന്താ? ഒരാരാധ്യനും ഇല്ല. ഇസ്ബാത്ത് എന്താ? അല്ലാഹ് മാത്രമേ ആരാധ്യനായി ഉള്ളൂ. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അതിന്റെ യഥാർത്ഥ മഅന ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ അർഹനായ ആരാധിക്കപ്പെടാൻ അർഹനായ മറ്റാരും ഇല്ല. ആരാധിക്കപ്പെടുന്നവൻ ഇല്ല എന്ന് പറഞ്ഞുകൂടാ. അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരും ഇല്ല എന്ന് തന്നെ മനസ്സിലാക്കണം. മഅബൂദ് അല്ലാതെ പലരും ഉണ്ട്. അല്ലാഹു അല്ലാത്ത പലരും ആരാധിക്കപ്പെടുന്നുണ്ട്. മറ്റുള്ളവരിങ്ങനെ ആരാധിക്കുമ്പോൾ ഈ ആരാധിക്കപ്പെടുന്ന വ്യക്തികൾ ഉണ്ടാവൂലേ, പക്ഷെ അവരൊന്നും ആരാധനക്ക് അർഹരല്ല. അതുകൊണ്ട് ലാ മഅബൂദ ഇല്ലല്ലാഹ് എന്നല്ല, ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്. യഥാർത്ഥ ആരാധനക്ക് അർഹനായി അല്ലാഹു അല്ലാതെ മറ്റാരും ഇല്ല. ആരാധിക്കപ്പെടുന്നവർ പലരുണ്ട്, പക്ഷെ അവരൊന്നും ആരാധനക്ക് അർഹരല്ല എന്നാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മഅനയായി പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ സുഹൃത്തുക്കളെ, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ചില ഷർത്തുകളും പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഞാൻ ആ ഷർത്തുകളൊന്നും വിശദീകരിക്കുന്നില്ല, അതുമായി ബന്ധപ്പെട്ട ഒരു ഹദീസ് മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്. ശുറൂത്തു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചില നിബന്ധനകൾക്ക് വിധേയാണ്. വെറും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഒരാളോട് പറഞ്ഞതുകൊണ്ട് മാത്രം അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. മറിച്ച് ആ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കാൻ അവന് സാധിക്കണം എന്നർത്ഥം. കാരണം പണ്ഡിതന്മാർ പറഞ്ഞു, മിഫ്താഹുൽ ജന്ന ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് എന്നുണ്ടല്ലോ എന്ന് ചോദിക്കപ്പെട്ടപ്പോ പണ്ഡിതന്മാര് പറയാണ്, അത് സത്യമാണ്. മിഫ്താഹുൽ ജന്ന, സ്വർഗത്തിന്റെ താക്കോല് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. പക്ഷെ ഏതൊരു താക്കോലിനും ചില പല്ലുകൾ ഉണ്ടാകും. ആ പല്ലുകൾക്ക് ഒത്ത പൂട്ടിന് ഒത്ത ചാവി കൊണ്ട് തന്നെ തുറന്നാലേ അത് തുറക്കുള്ളൂ. ആ പല്ല് മുറിഞ്ഞു പോയാൽ, ആ പല്ലിന്റെ രൂപം മാറിയാൽ ആ ചാവി കൊണ്ട് പൂട്ട് തുറക്കപ്പെടുകയില്ല എന്ന പോലെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പല്ലുകളാണ്. അതിന് ചില നിബന്ധനകളുണ്ട്, ചില ഷർത്തുകളുണ്ട്. അറിയണം, വിശ്വസിക്കണം, ഉറപ്പിക്കണം, സംശയം പാടില്ല, ഇങ്ങനെ കുറച്ച് നിബന്ധനകളുണ്ട്. ആ ചാവി കൊണ്ടുപോയി തുറന്നാലേ സ്വർഗത്തിലേക്ക് പോകാൻ സാധിക്കുള്ളൂ. മിഫ്താഹുൽ ജന്നയാണ് എന്നത് സത്യമാണ്, പക്ഷേ അതിന്റെ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് മാത്രമേ ഒരാൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് സുഹൃത്തുക്കളെ ഈ പറഞ്ഞതിന്റെ ചുരുക്കം. ഞാൻ കൂടുതൽ വിശദീകരിക്കല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ മുഴുവൻ പഠിപ്പിച്ചത്, പ്രബോധനം ചെയ്യാൻ ആവശ്യപ്പെട്ടത് ഈ ഒരു കാര്യമാകാൻ കാരണം അതാണ് ഇസ്ലാമിന്റെ കാതൽ എന്നതുകൊണ്ടാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല വഹി കൊടുക്കുന്ന ആദ്യ സന്ദർഭത്തിൽ തന്നെ പറഞ്ഞത് നമ്മുടെ വിഷയവുമായി നേരിട്ട് ബന്ധമുള്ള കാര്യമാണ്. എന്താണത്? ഇന്നനി അനല്ലാഹ്, ഞാനാണ് നിന്റെ അല്ലാഹ്. ലാ ഇലാഹ ഇല്ലാ അന, ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാതെ ഒരു ആരാധനയില്ല എന്ന് നമ്മൾ വിശദീകരിക്കുന്ന ആയത്തോ തന്നെയാണ്. ലാ ഇലാഹ ഇല്ലാ അന, ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാതെ ഒരു ആരാധനയില്ല. ഫഅ്ബുദിനി, അതുകൊണ്ട് എന്നെ ആരാധിക്കണേ. വാഖിമിസ്സലാത ലിദിക്രി, എന്റെ ഓർമ്മ നിലനിർത്താൻ നിസ്കരിക്കുകയും ചെയ്യണേ. അപ്പൊ അന്നുണ്ട് എന്ത്? നിസ്കാരം. നിസ്കാരത്തിന്റെ രൂപവും രീതിയും ചിലപ്പോ വ്യത്യാസം ഉണ്ടാകും, പക്ഷേ നമസ്കാരം എന്ന ഇബാദത്ത് പൂർവ്വ പ്രവാചകന്മാരുടെ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാണ്. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ആദ്യമായി അല്ലാഹു കൊടുക്കുന്ന വഹ്യ്, അല്ലാഹു ഞാനാണ്, നീ മൂസ എന്ന് വിളിച്ചുകൊണ്ട് ഇന്നി അന റബ്ബുക, ഞാനാണ് നിന്റെ റബ്ബ്
ഫഖ്ലഇൻ അലൈക, ചെരുപ്പുകളൊക്കെ അഴിച്ചു വെച്ചോ, ഇന്നക ബിൽ വാദിൽ മുഖദ്ദസി തുവാ എന്ന് പറഞ്ഞിട്ട് വഅനഖ്തർതുക ഫസ്തമിഅ ലിമാ യുഹാ, ഓ മൂസ നിന്നെ പ്രവാചകനായി നാം തെരഞ്ഞെടുക്കുകയാണ്, അതുകൊണ്ട് ശ്രദ്ധിച്ചു കേട്ടോ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞതെന്താ? ഞാനല്ലാതെ ആരാധ്യനില്ല, ഞാനാണ് അല്ലാഹ്, ഞാനാണ് അൽ ഇലാഹ്, ഞാനാണ് ആരാധനക്കർഹൻ. ഫഅ്ബുദിനി വഅഖിമിസ് സ്വലാത്ത ലിദിക്രി. അതുകൊണ്ട് ആരാധനയുടെ ഏത് അംശവും റജാ, ഖൗഫ്, തവക്കുൽ ഇതൊക്കെ ആരാധനയിലാണ് പെടുക. റഗ്ബത്ത്, റഹ്ബത്ത്, ഇസ്തിആദത്ത്, ഇസ്തിആനത്ത്, ഇസ്തിഗാസത്ത് ഇതെല്ലാം റബ്ബിന് മാത്രമാക്കാൻ നമ്മൾ തയ്യാറാവുക. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അള്ളാഹുവേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അധിഷ്ഠിതമായി ജീവിക്കാനും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ്, കലിമത്തുൽ ഇഖ്ലാസ് അവസാനമായി പറഞ്ഞു മരിക്കാനും നീ ഞങ്ങൾക്ക് തൗഫീഖ് പ്രദാനം ചെയ്യണം റഹ്മാനെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രബോധനം ചെയ്യുന്ന നല്ലവരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണം റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.